നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യൻ, അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു നേതാവ്. കേരളത്തിൽ ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വിമർശനങ്ങളും വിവാദങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ ലോകത്ത്, ഈ കേരളത്തിൽ മലയാളികൾ എത്രത്തോളം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഹൃദയത്തോട് ചേർത്തിരുന്നു എന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് ഈ നാട്ടിൽ ചെയ്തു വെച്ചിരുന്നത് എന്നതൊക്കെ വ്യക്തമായത്. പക്ഷേ അദ്ദേഹം മണ്ണിനോട് മണ്ണായിട്ട് ഇപ്പോൾ 3 വർഷം തികയുന്നു. ഓരോ വർഷവും ഉമ്മൻചാണ്ടി അനുസ്മരണം നടക്കാറുമുണ്ട്. പക്ഷേ തൻ്റെ അച്ഛൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദന തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ചാണ്ടിയുമ്മൻ പൊതുവേദിയിൽ. എല്ലാ വർഷവും അനുസ്മരണ പരിപാടികൾ നടക്കുമ്പോൾ അദ്ദേഹത്തെ ഓർക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല നിമിഷങ്ങൾ പറയുക എന്നതിനേക്കാൾ ഉപരി പലരും, അതായത് സ്വന്തം പാർട്ടി പ്രവർത്തകരടക്കം, ആ ഒരു ദിവസം വിവാദവേദിയാക്കാൻ ശ്രമിക്കുന്നു. ദയവ് ചെയ്ത് ഇത്തവണയെങ്കിലും അതിന് വേദിയാക്കല്ലേ എന്ന് കേണപേക്ഷിക്കുന്നു ഒരു മനുഷ്യൻ. അനുസ്മരണ വേദി ഒരു വിവാദവേദിയാക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തവണത്തെ അനുസ്മരണ പരിപാടികൾക്ക് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടി വേദിയിൽ ചാണ്ടിയുമ്മൻ സംസാരിച്ചത്. ഒരച്ഛന് വേണ്ടി ആ മകൻ കീഴുന്ന അവസ്ഥ. പക്ഷേ ആവശ്യങ്ങളും ആഗ്രഹവും ഒക്കെ വെറുതെ ആയെന്ന് പറയേണ്ടി വരും. കാരണം ഇന്നും ഉമ്മൻചാണ്ടി അനുസ്മരണ വേദി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റിനെ അപമാനിച്ചു എന്ന രീതിയിൽ KSU VD സതീശൻ പോര് കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിവാദം വീണ്ടും വലിയ രീതിയിൽ ആളിക്കത്തുന്നത്. അനുസ്മരണ വേദിയിലെത്തിയ KC വേണുഗോപാലും മറ്റു മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ VD സതീശന്റെ KSU സംസ്ഥാന പ്രസിഡന്റിനെ കണക്കിലെടുത്തില്ല എന്നുള്ളതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റിനെ അടുത്തേക്ക് വിളിച്ചു ചേർത്ത് പരസ്യമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ വിവാദങ്ങൾക്ക് വലിയ രീതിയിൽ ആക്കം കൂട്ടി. എതിർക്കുന്നവരെ പ്രതികാര ബുദ്ധിയോടെ കാണാതെ മുന്നോട്ടു പോകണം എന്നാണ് KC വേണുഗോപാൽ പറയുന്നത് ആരെയെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും കൊള്ളിക്കുന്നത് VD സതീഷിന് തന്നെയാണ് എന്നാണ് ജനങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ KSUവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പോരുകളിലേക്ക് എത്തിയത് ഇപ്പോൾ വലിയ രീതിയിൽ ആക്കം കൂട്ടി വലിയ രീതിയിൽ തർക്കങ്ങൾക്കും രാഷ്ട്രീയ പോരിനും വിവാദ വേദിയായി മാറുകയാണ്. സംഘടനാപരമായ കാര്യങ്ങളിലും സമരരീതികളിലും VD സതീശനെ സ്വീകരിക്കുന്ന നിലപാടുകളെ KSU നേതാക്കൾ പരസ്യമായി വിമർശിച്ചതോടെയാണ് പാർട്ടിയിൽ ഭിന്നത രൂക്ഷപ്പെട്ടിരിക്കുന്നത്. KSUവിന്റെ സമരങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് VD സതീഷ് നടത്തിയ പരാമർശങ്ങൾ ഈ തർക്കങ്ങൾക്ക് പ്രധാന കാരണമായി മാറുന്നു. KC വേണുഗോപാൽ പക്ഷവും VD സതീശൻ പക്ഷവും തമ്മിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയവും ഈ പോരിന് ആക്കം കൂട്ടുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നടത്തിയിട്ടുള്ള ഈ പറയുന്ന അനുസ്മരണ പരിപാടിയിൽ വെച്ച് അലോഷ്യസ് ഈ കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള അപമാനം നേരിടേണ്ടി വരുന്നു. അതായത് അലോഷ്യസിനെ അവിടെ ഒരു വിശിഷ്ടാതിഥി എന്ന പോലെ തന്നെയാണ് പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതെങ്കിലും അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു ഇരിപ്പിടം പോലും ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. വേദിയിലിരിക്കാൻ സ്ഥലമില്ലാതായതോടെ അലോഷ്യസ് ഇരുന്നത് താഴെ ഒരു കസേര ഇട്ടുകൊണ്ടാണ്, സ്റ്റേജിന് വെളിയിൽ ഒരു കസേര ഇട്ടുകൊണ്ടാണ് അലോഷ്യസ് അവിടെ ഇരുന്നത്. അത്തരത്തിലിരിക്കുന്ന സമയത്തും അത്തരത്തിൽ ഒരു ആളുകൾ ശ്രദ്ധിക്കാത്ത തരത്തിലാണെങ്കിലും മാറ്റി നിർത്തുന്ന ഒരു നിലപാടാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനം വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതേ വേദിയിൽ നിന്ന് തന്നെ മുതിർന്ന നേതാക്കൾ അലോഷ്യസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് തന്നെ പോകണം, നീ ഉമ്മൻചാണ്ടിയുടെ പാതയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്യുന്നത്. ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവുമായി തുറന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിന്റെ പ്രവർത്തന രീതി മാത്രമാണ്.
അതേസമയം വിവാദങ്ങൾ ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെടുമ്പോഴും KPCC ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കന്മാർ ഇതൊരു വിഷയമേ അല്ല എന്നുള്ള തരത്തിൽ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങൾ, മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ഇത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ താൻ കൃത്യമായിട്ട് മുതിർന്ന നേതാക്കന്മാർക്ക് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഞങ്ങളെ പരിഗണിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇതൊരു വിവാദ വിഷയമാക്കി മാറ്റാനുള്ള ആഗ്രഹം തങ്ങൾക്കില്ല എന്നാണ് അലോഷ്യസ് പ്രതികരിക്കുന്നത്. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്താമെന്ന് ഇന്നലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ KPCC പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിൽ നിങ്ങൾ ഈ ടൈറ്റിൽ കാർഡുകൾ കൊടുക്കുന്നത് പോലെ KSUവും സർക്കാരും തമ്മിൽ വലിയ പോര്, അതിരൂക്ഷമായിട്ടുള്ള പോര് എന്ന തരത്തിലേക്കൊന്നും നിങ്ങൾ അതിനെ കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സ്വാഭാവികമായും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിഷയമാണ്. അതിൽ ഞങ്ങളുടെ ആശങ്കകൾ ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിരുന്നു, പാർട്ടിയെ അറിയിച്ചിരുന്നു. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു വരി കൂടുതലോ ഒരു വരി കുറവോ പറയാതിരിക്കുകയാണ് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഞാൻ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആ വിഷയം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സർക്കാരിന് മുൻപിൽ സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ഇവിടെ KSUവിനെ കാണാതിരിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നു, വി ആർ വെയിറ്റിംഗ് ടു മീറ്റ് അവർ CM. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ജനാധിപത്യ കാഴ്ചപ്പാടുകളുള്ള ഒരു പാർട്ടിയാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ച് ഒരു പോയിന്റിലെത്തും. അതാണ് പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും നിലപാട്. പക്ഷേ മുഖം നഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. കാരണം മറുപക്ഷ പിന്തുണച്ച ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ രംഗത്ത് വരുന്നു, എതിരായിട്ട് വരുന്നു, പോസ്റ്ററുകൾ പതിക്കുന്നു. ഇല്ല, അല്ല, അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കും. പാർട്ടി കേൾക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു വരി കടന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വരി കൂടുതലോ കുറവോ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി മാധ്യമങ്ങളുടെ മുൻപിൽ ഞാൻ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതില് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കലും കാണാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹവുമായി നിരന്തരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയും ഈ വിഷയത്തിൽ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം KSUക്കാരുടെയോ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വലിയ രീതിയിലേക്കുള്ള തിരക്കുകളുണ്ട്. ആ തിരക്കുകളെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകൂ. അത് സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ, ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വരി പോലും. പ്രവർത്തകരെ കൊണ്ട് KC വേണുഗോപാൽ ചെറുചോറ് വാരിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണമൊക്കെ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ KC വേണുഗോപാൽ KSUക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ചെറുചോറ് വാരിപ്പിക്കുകയാണോ? എന്തെങ്കിലും KSU എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, KSU എന്ന് പറയുന്നത് സ്വതന്ത്രമായ നിലപാടുകൾ പറയാൻ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ്. അത് 1957 മുതൽ 2026 വരെ അത്തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി നൽകുന്നുണ്ട്. അഭിപ്രായം പറയുന്ന കാര്യത്തിൽ അത് ഗ്രൂപ്പിന്റെ വാലിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ യാതൊരു ഗ്രൂപ്പ് എലമെന്റുമല്ല. ഇതിൽ KSUക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചു, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് പാർട്ടിയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു സ്റ്റേറ്റ്മെന്റും ഞാൻ നടത്തുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇടപെടലുകൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട് മീഡിയയോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത്. ഇത് അജണ്ടയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തേണ്ടത് എല്ലാ പരസ്യം പറഞ്ഞ ശേഷം? ഞാൻ പറഞ്ഞ എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ എല്ലാവരും എഴുതുന്ന വരികൾക്കെല്ലാം മറുപടി പറയുകയല്ലല്ലോ എന്റെ ഉത്തരവാദിത്വം. അത് ഞാൻ പറയട്ടെ, 100 ആളുകൾ ഉണ്ടെങ്കിൽ 100 അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ 100 അഭിപ്രായങ്ങൾക്ക് മൈക്ക് കെട്ടി അതിനെല്ലാം മറുപടികൾ പറയുക എന്നതല്ലല്ലോ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം. ഞാൻ ഈ വിഷയത്തിൽ ഞാനൊരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിലവിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു,
KPCC ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും KSUവും സർക്കാരും തമ്മിൽ പോരുമായി മുന്നോട്ട് പോകുന്ന ടാഗ് ലൈനുകളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളിത് തുടരെ ഇത് കേരളത്തിന്റെ മുഴുവൻ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന തരത്തിലേക്ക് ഒരു നറേഷനും നിങ്ങൾ കൊണ്ടുപോകരുത്. ഇത് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ല, SFIയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. SFI കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തികൾ കൊള്ളരുതായ്മകൾ ചെയ്തപ്പോൾ അതിന് നേരെ വിരൽ ചൂണ്ടിയതിനു ശേഷമാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം. SFIയുടെ പിന്തുണയല്ലല്ലോ നമ്മൾ ഇതിൽ ആവശ്യപ്പെടുന്നത്. ഇതില് KPCC പാർട്ടി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. അതുകൊണ്ട് അതിനുശേഷം മാത്രം ഇതിലൊരു പ്രതികരണം, പൊതുവായിട്ടുള്ള ഒരു പ്രതികരണം നടത്താം എന്ന് മാത്രമാണ്. വ്യക്തിപരമായ പ്രശ്നമല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല. സംസ്ഥാന പ്രസിഡന്റാണ്, ഒപ്പം തന്നെ മറ്റൊന്ന് മുഖ്യമന്ത്രിയുമാണ്. മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ആദ്യം ഈ കാര്യത്തിലുള്ള നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി പരസ്യമായി പരാതി പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി KSUവിനെതിരെ അഭിപ്രായം പറയുകയും ചെയ്തു. ഇതിനുശേഷവും ഈ വിവാദം നീട്ടിക്കൊണ്ടുപോകാതെ അടിയന്തരമായി കാണേണ്ടതല്ലേ? ആ കാണാതെ ഉണ്ടാകുന്നതിന്റെ കാലതാമസമല്ലേ വിവാദം? അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഗവൺമെന്റിനെ നയിക്കുന്ന വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഈ വിഷയം മാത്രത്തിന് പ്രൈം കൺസേൺ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. കേരളത്തിൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് വരുന്നു. എത്രയോ തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അത് ആ തിരക്കുകൾക്കെല്ലാം ശേഷം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ കാണും. ഞാൻ ഇന്നലെയും പറഞ്ഞു, VD സതീശൻ ഞങ്ങളുടെ കൂടി നേതാവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വേറെ ചുവരെഴുത്തുകളിലേക്ക് മറ്റ് രീതിയിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. അല്ല, ഞാൻ പറയുന്നത് അതെല്ലാ നേതാക്കന്മാരും സ്വാഭാവികമായിട്ടും KSUവിന്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കന്മാരെ സ്വാഭാവികമായും ആ രീതിയിലേക്ക് പറയും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതിലേക്ക് ഞാൻ ഇനി കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും നടത്തി ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ നിൽക്കുകയാണ്. ആ വിഷയത്തിന്റെ മെറിറ്റും ഡീമെറിറ്റും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിന്റെ മെറിറ്റിനെ പറ്റിയും ഡീമെറിറ്റിനെ പറ്റിയും ഞാൻ സംസാരിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്താണ്, കേരളത്തിന്റെ സർക്കാരിന്റെ അടുത്താണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംസാരിക്കും, അത് കാണുമ്പോൾ സംസാരിക്കും, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന മറ്റ് വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ്. നിങ്ങൾ പറയുന്ന ഈ ശരത്ത് 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി കോടതി ഹൈക്കോടതി ഹാജരായ ഒരാളാണ്. അയാളെയാണ് നിങ്ങൾ കുറ്റപ്പെടുന്നതാണെന്ന് ഇപ്പോൾ പറയുന്നത്. അല്ല, ഇത് ആരാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ജനറൽ സെക്രട്ടറി. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എല്ലാ ആളുകൾക്കും പല അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണിത്. ഓക്കെ, ഈ അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നു, പ്രസ്ഥാനത്തിന്റെ നിലപാടായിട്ട് മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് പ്രയാസമുണ്ടായി. അതിന്റെ ആശങ്ക ആ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചിട്ട് പറയേണ്ടുന്ന ആളാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അത് ഞാൻ കേരളത്തിന്റെ സർക്കാരിന്റെ മുൻപിലും കേരളത്തിന്റെ പാർട്ടിയുടെ മുൻപിലും പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചെവി കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ വിഷയത്തിൽ പാർട്ടി ഇടപെടലുകൾ നടത്താമെന്ന് പറഞ്ഞു. അതിനപ്പുറം നോ മോർ ലൈൻസ്. താങ്ക് യു.